തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിസന്ധിയിൽ ബിജെപിക്ക് ആശ്വാസമായി വാഴോട്ടുകോണം കൌൺസിലർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിയൂർ ജയിലിൽ നടന്ന അസാധാരണ സത്യപ്രതിജ്ഞയിൽ മേയർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബിജെപിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്ന് മേയർ പ്രതികരിച്ചു. അതേസമയം സുഗതൻ ജയിലിൽ തുടരുന്ന സാഹചര്യത്തിൽ LDF റിലേ സമരം അവസാനിപ്പിച്ചു. വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് SP ദീപക് പറഞ്ഞു. ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലെ തന്നെ കൃത്യം 11 മണിക്ക് കനത്ത പോലീസ് സുരക്ഷയിലാണ് തിരുവനന്തപുരത്തെ കൌൺസിലർ R. സുഗതനെ വിയൂർ സെൻട്രൽ ജയിലിന്റെ ലൈബ്രറി ഹാളിൽ എത്തിച്ചത്. ഉടൻ മേയറും സ്ഥലത്തെത്തി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോടതിയുടെ നിർദ്ദേശമനുസരിച്ചുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ BJPയുടെ ജില്ലാ നേതാക്കളും ഇതിൽ സന്നിഹിതരായിരുന്നു. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാണെങ്കിലും ജനവിധി മാനിക്കപ്പെടണമെന്നും ജനാധിപത്യ പ്രക്രിയ തടസ്സപ്പെടുത്തരുതെന്നുമുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജയിലിൽ സത്യപ്രതിജ്ഞാ സൗകര്യമൊരുക്കിയത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. തിരുവനന്തപുരം മേയർ VV രാജേഷ് ജയിലിലെത്തി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നഗരസഭാ സെക്രട്ടറി ജയിലിലും BJP കൌൺസിലർമാർ പുറത്തുമെത്തി സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി. ദൈവത്തിന്റെ പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ അസാധുവായതോടെ ഇന്നത്തെ ചടങ്ങിൽ സുഗതൻ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിച്ച് ഇന്നും മേയർ രംഗത്തെത്തി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJPയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തമ ബോധ്യമുണ്ടെന്ന് മേയർ പ്രതികരിച്ചു. പ്രതിപക്ഷമായിരുന്ന സമയത്തും ഭരണത്തിലെത്തുന്ന സമയത്ത് ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിലായി കടന്നു പോകുന്ന ഉത്തമ ബോധ്യമുള്ള തീരുമാനം. തുടർച്ചയായി 3 കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കൌൺസിൽ സ്ഥാനത്തിന് അയോഗ്യതയുണ്ടാകുമെന്ന നിയമപ്രശ്നം ഇനിയും നിലനിൽക്കുന്നുണ്ട്. കാപ്പ കേസിലെ തടവായതിനാൽ ഉടൻ സുഗതന് പുറത്തിറങ്ങാനും സാധിക്കില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി LDF കൌൺസിലർമാർ രംഗത്തെത്തി. ഉടൻ കൌൺസിൽ വിളിക്കാൻ ആവശ്യപ്പെടുമെന്നും 3 കൌൺസിലിൽ പങ്കെടുക്കാതെ വരുന്ന സുഗതന്റെ കാര്യത്തിലും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് SP ദീപക്. 3 പ്രാവശ്യം കൌൺസിലിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ തക്കതായിട്ടുള്ള കാരണങ്ങളില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് പോകും. അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടിയുമായിട്ട് LDF മുന്നോട്ട് പോകും. കൌൺസിലർക്ക് പുറത്തിറങ്ങാനാകാത്ത സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യം കോടതി അംഗീകരിച്ചെന്ന് വ്യക്തമാക്കി LDF കോർപ്പറേഷനു മുന്നിൽ നടത്തിവന്ന റിലേ സത്യാഗ്രഹം അവസാനിപ്പിച്ചു. കാപ്പ കേസ് പ്രതിയെ സംരക്ഷിക്കുന്ന മേയർക്കും UDF സർക്കാരിനും ഇരട്ട നീതിയാണെന്ന് ജില്ലാ സെക്രട്ടറി V. ജോയ് വിമർശിച്ചു. കാപ്പ കേസ് പ്രതിയെ വിലങ്ങില്ലാതെയും രാഷ്ട്രീയ കേസിലെ പ്രതിയായ മുൻ കൌൺസിലർ IP ബിനുവിനെ വിലങ്ങണിയിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. അസാധാരണ പ്രതിസന്ധിയിലൂടെ താൽക്കാലികമായെങ്കിലും മറികടക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് BJP. അതേസമയം നിയമപരമായ പോരാട്ടം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് മാധ്യമങ്ങളുടെ കൂടി സാന്നിധ്യത്തിൽ നടന്ന R. സുഗതന്റെ സത്യപ്രതിജ്ഞ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്നയ്ക്കും ദൃശ്യങ്ങൾ പകർത്തിയ ജിബിനും രാഹുലിനുമൊപ്പം വിയൂർ സെൻട്രൽ ജയിലിനു മുന്നിൽ നിന്നും അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.